Step down into darkness, open my eyes, let me see beauty that made this heart adore you, hope of a life spent with you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. King of all days, oh so highly exalted, glorious in heaven above. Humbly you came to the earth you created, all for love's sake became poor. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. I'll never know how much it cost to see my sin upon that cross. I'll never know how much it cost to के साथ मिलने के लिए ये बपतिस्मा The harvest is here, the kingdom is near. You said, ask and I'll give the nations to you. Oh Lord, that cry of my heart is the struggles and the eyes you see your light as it rises on You said, ask and you will receive whatever you need. You said, pray and I'll hear from heaven, and I'll heal your land. I'll heal your land. अब हम लोग एक काम करेंगे जरा, ठीक है? Eternal God, our loving Heavenly Father, we praise you and thank you for this wonderful time. You, oh God, hallelujah. Very especially,
I thank you for these dear ones who obeyed the commandment in water baptism today. I commit all of them in your might. I pray, oh God, you empower them, energize them, and encourage them, and strengthen them, and anoint them, oh God, to do wonderful ministry in this city of Delhi in these days, oh God. Amen. Thank you for the servant of God whom you brought all the way from United States. I pray. സൗദി അറേബ്യയിൽ പിടിച്ചപ്പോൾ ഗവൺമെന്റ് പറയുകയാണ്, ഇവരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ, ഇവരൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ഒരു തിരഞ്ഞെടുപ്പിന്റെ ദിവസമാണ്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എന്ന് പറഞ്ഞാൽ വേറെ സ്വർഗത്തിലെങ്കിലും കാണാൻ പോകുകയില്ല. അത് മാത്രമല്ല, സ്നാനപ്പെടുവാൻ എനിക്ക് ക്രിസ്തുവിനെ ധരിക്കണം, എനിക്ക് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കണം, എനിക്ക് അവൻ്റെ മഹത്വത്തിൽ ചെന്ന് ചേരണം. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം സ്നാനപ്പെടാതെ ദൈവജനമേ ആരെങ്കിലും ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്നാനപ്പെടാതെ ആർക്കും ഒരു മനുഷ്യർക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണേലും എടുക്കാം. പക്ഷെ എന്നുണ്ടെങ്കിൽ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ചേരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ദൈവത്തിന്റെ നിയമം മലയാളികളുടെ നിയമമല്ല, ഇന്ത്യക്കാരുടെ നിയമമല്ല. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ ആദരവുകളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യത്തില്ല. നമ്മൾ ഹിന്ദുസ്ഥാനികളാണെങ്കിലോ നമുക്ക് നിയമത്തെ അവരോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ആർക്കെങ്കിലും ഏകീഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവര് അവന്റെ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് മുൻകിടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം ഞാൻ ഒരു വലിയ പ്രാസംഗികനായിട്ടല്ല നിങ്ങൾ വന്നത്. ദൈവം നിങ്ങളെ അയച്ചിട്ട് വന്നതാണ്. ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുകയാണ്.
കാണിച്ചു തരികയും ചെയ്യാം. അതിനായിട്ട് ഈ ക്രൂസൈഡിൻ്റെ സകല കമ്മിറ്റിക്കാരെയും മുന്നോട്ട് ക്ഷണിക്കുന്നു. പുനരുദ്ധാരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീകരിക്കുന്നു. അപ്പം സ്നാനപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഏതായിരുന്നു നിങ്ങളുടെ അന്നേരം പറയണ്ടേ? നമ്മൾ ഈ അകവകാരായിരിക്കുന്നത് ഞങ്ങള് ഒരു കാര്യമുള്ള വിശ്വാസ പ്രമാണം പറയുന്നുണ്ട്. പാപമോചന മാമോദീസാവെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നത് പറഞ്ഞാൽ അത് പാപമോചനത്തിന്റെ മാമോദീസാണ്. ഇത് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചത് പാപമോചനത്തിന്റെ മാനസാന്തരത്തിന്റെ സ്നാനം ആണോ? ഓക്കെ, മാർഗമാണ് എന്ന് വായിച്ചു. അതിന് പൗലോസ് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഈ കുഞ്ഞാറ്റിന്റെ സ്നാനമായിരുന്നു മാനസാന്തര സ്നാനം. അത് ശരിയാകുന്നില്ല. പൗലോസ് വരുന്നത് ഞാൻ പറഞ്ഞ കാര്യമല്ല. വായിച്ചു. ശാസിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. സ്നാനത്തിന് വേണ്ടി ആളുകൾ സ്നാനക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പുരുഷന്റെ പാതയിൽ
എൻ മനമേ യഹോവേ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. നല്ലയോ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കും. പിന്നെ അവനവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുക സ്നാനമൊക്കെ ചെയ്തു രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷാവിൽ അകപ്പെടും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തും. മരണവരന്റെ വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടും. മരണവരന്റെ വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം. സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം മഹിമ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പന്തിയോസിന്റെ അരമനയിൽ നിന്ന് നല്ല സ്വീകാരം പ്രാപിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പനയാകുന്ന സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുന്നു. വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം. പാപത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയാണ്. വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടും. മരണവരന്റെ വിശ്വസ്തനായിരിക്കുക, സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, രക്ഷിക്കപ്പെട്ടതായ മാനസാന്തരപ്പെട്ടതായ പ്രിയപ്പെട്ടവരെ സ്നാനപ്പെടുത്തുക. സർവശക്തനാധിയോ ആമേൻ. നിന്റെ ദാസന്മാർക്ക് അവിടുന്ന് കൃപ ചെയ്തോർത്ത് നന്ദിയോട് സ്തോത്രം. ജയം ജയം എപ്പോഴും നഗർക്കുന്ന രാജര गाना का अर्थ परमेश्वर मनुष्य को 6 प्रकार से बनाया, 6 सृष्टि किया परमेश्वर।
myself. I am Vincent Giorgis. I am son of Pastor K.Y. Giorgis, and she is my beautiful wife Anjali. And Reach India Mission, he has founded that particular ministry, and we are working mostly in the villages of the northern parts of India. This particular ministry to you all, and he is looking out for sponsors. And why do we need sponsors is because we are working in villages. Evangelist Kuchapa Varghese had been with us, and he has been a wonderful and a blessed man, and he has been ministering the word in all, most of the mission fields that we are having. Okay, so they are people, they are not rich. They cannot even sustain their own lives. So that's why we would be requiring sponsor. Why? Because this is how we need to make forward this ministry. So we would be just briefly introducing how one or two of our workers. We would be just taking the introduction how the God is working with them also. So he is Pastor Thomas Matthew, and he is a powerful man of God, and he is my father's sister's husband. And ഗ്രാമങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ ദാസൻ കെ.വൈ. ഗീവർഗീസിനോട് ചേർന്ന് അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നതായ ആദിവാസികളോട് ചേർത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ദർശനവും അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി 7 a powerful servant of God in Haryana who is ministering in the Haryana villages, and he has touched many souls. He has touched many villagers, and he has touched many villages. Okay, and introducing this powerful man of God. This is Pastor N.M. Bhatti. मेरा नाम पास्टर नज़ीर मसीह पट्टी है। हरियाणा रानिया डिस्ट्रिक्ट सिरसा में काम कर रहा हूँ। I am working in Haryana district Sirsa. पास्टर के.वाई. गीवर्गीस जो कि हमारे प्रेसिडेंट हैं, रीच इंडिया मिशन के साथ काम शुरू कर दिया। And I started working with Pastor K.Y. Giorgis, who is the president of Reach India Mission. और कम से कम 80 गांवों में मैंने परमेश्वर का संदेश सुनाया। And I spread the message in at least around 80 villages in Haryana. 15 वर्ष से And since past 15 years, मैं पास्टर के.वाई. गीवर्गीस के साथ काम कर रहा हूँ। I am working with Pastor K.Y. Giorgis. कि मैं 2005 में 50 बपतिस्मे दूंगा। That I will conduct 50 baptism in year 2005. लेकिन मैं 65 बपतिस्मे दे चुका हूँ। But as of now, I have, by God's grace, I have conducted 65 baptisms. और With me अनीता रानी is Anita Rani और शबनम and Shabnam काम कर रहे हैं। are working with me. और अनीता रानी जो कि लड़कियों को सिलाई सिखाती है। And she is teaching sewing over there to go. कम से कम 2 सेंटर 6 महीने का कोर्स लड़कियों को करवा चुकी है। And she is running 2 centers over there, in which they conduct 6 months of training. 96 गांव है, मैं उनमें परमेश्वर का संदेश लेके जाऊं, और वहां पर संदेश लेकर जाने के लिए मुझे एक गाड़ी की जरूरत है। मेरी बेनती है कि मेरी गवाही सुनकर मेरे लिए प्रार्थना करें, ताकि मैं उन गांवों में जाके संदेश दे सकूं, और मेरे लिए गाड़ी के लिए भी प्रार्थना करें, ताकि मैं साड़ी लेकर उन गांवों में पहुंच सकूं। Right now I am ministering in 18 villages in Rania, but my vision is to touch all the 96 villages which are there in the region of Rania. But for that I need a vehicle. Right now, because of my age, I am unable to go far places. I don't have any vehicle. I need a vehicle, and I ask all of you who are watching this and who are listening to my testimony to pray for this. Yeah? 96 गांव है। There are 96 villages. मैं यहाँ की हर गांव में एक चेला बना सकूं। So that I have a worker in each of the village. मुझे वर्करों की जरूरत है। I need more workers to help me in the ministry. ताकि परमेश्वर का काम और बढ़ सके। So that the ministry of the Lord can prosper. आने वाले समय में उन गांवों में पहुंच सकूं जिन गांवों में अभी तक प्रभु का नाम नहीं है। And pray for me so that I can reach the villages in wherein nobody has reached so far and they have not heard the word of God. सारा जय मसीह। Praise the Lord. परमेश्वर
सृष्टि वो रचनाएं करने वाला व्यक्ति को आज परमेश्वर नहीं आए। Where do you teach theology? Theology. Sir? I'm Bedam. Theology. Theology. They're teaching counselor. We really appreciate you. Three computers in prison, and we are looking for more computer so that even our students can learn. This is library room. We are planning and praying to extend our classes to higher studies. So if anybody is willing to donate, we are praying for library to extend. About 60 students. And more students are coming. Everything. तो हो सकता था, कुछ भी हो सकता था, लेकिन प्रभु ने आप लोगों को जीवन दिया है, इसलिए आप लोग क्या है चाहो तो महाराजा का बच्चा कैसे श्राप की बात कर सकता है? हम करेंगे, हम सब जीवन की बात करेंगे, सब जीवन की बात करेंगे, हम किसी को श्राप नहीं करेंगे, हम किसी को श्राप नहीं करेंगे। वो आपने देखना है, वो आपको देखना है, वो आपका अंदर दिल का अंदर देखना है, वो आपके अंदर तक देखना है। पैसा जमा करा, तब क्या हुआ कि ये पांचों चीज हमारे पास थी, प्रभु ने हमें आशीष दी और अपने समय पे, जैसे कि सबोपदेश शतक में लिखा है कि हम समय पे प्रभु हमें सब कुछ मुहैया करता है। और तो पहली शारीरिक आत्मिक विषय, सामाजिक विषय, और क्या बुद्धि का विषय, और धन दौलत। हालेलुया।
ഇത് അവരുടെ നമ്പർ അല്ലല്ലോ. പറക്കുന്ന കഴിവ് ദേവദാസൻ നാളെയും തുടർച്ചയായി വചനം ശുശ്രൂഷിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ പ്രാർത്ഥിച്ചാൽ മതി. ഹൃദയകാലിന്യം ഹൃദയകാലിന്യം സ്തോത്രം. കിളിവാതിലാകോലാണ് പറഞ്ഞോ, കിളിവാതിലാകോലാണ്. നീ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഉയരത്തിൽ കർത്താവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നുവെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. വായോട് ഏറ്റു പറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. എന്റെ നീതിക്കായി ഞാൻ വിശ്വസിക്കുന്നു. മറുപടി ദൈവത്തിന്റെ കരങ്ങൾ കൂടി അത്ഭുതമായി പ്രവർത്തിക്കുവാനിടയായി. ഹല്ലേലൂയ. അതുപോലെ സെക്കന്ദരാബാദിലും ബാംഗ്ലൂരിലും ഞങ്ങൾ കാണുന്ന അനേകം മദ്യപാനി കുടുംബങ്ങൾ കഴിയുവാൻ ഇടയായതുകൊണ്ട് കർത്താവിനെ സുരക്ഷിതമായി ജീവിക്കുന്ന കാഴ്ച കാണുവാനിടയായി. അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നത് കാണുവാനിടയായി. അനേക രോഗികൾ സൗഖ്യമാകുന്നത് കാണുവാനിടയായി. ഞാൻ പറഞ്ഞു പിന്നാല ഞാനൊരു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തി ജീവിതത്തിൽ പോലും സ്വർഗ്ഗം കാണാൻ പറ്റത്തില്ല. ഒന്നീ ദൈവം അല്ല പിശാച്. രണ്ട് ദൈവങ്ങൾ ഒന്നിനെ സേവിക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയും. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എന്റെ വായ കൊണ്ട് ഏറ്റു പറയുന്നു. എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ വായ കൊണ്ട് ഏറ്റു പറയുന്നു. എന്നും ഈ രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ വായ കൊണ്ട് ഏറ്റു പറയുന്നു. കാൽവരി ഉയർത്തെഴുന്നേറ്റുവെന്നും ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു.
ഞാൻ എന്റെ ദുഷ്ടന്റെ സകല പോരുകളെയും സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ യേശുവിൻ നാമത്തിൽ ഭർഷിച്ചകറ്റുന്നു. ഈ കുടുംബം നിന്റെ തിരുസന്നിധി കിടന്നു വന്ന് നിന്നെ ആരാധിപ്പാൻ നീ സ്വർഗമേ നീ സഹായിച്ചിരിക്കുന്നവരുമായി സ്തോത്രം. സ്വർഗത്തിൽ ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. സ്തോത്രം. യേശുവിനെ എന്ത് ചെയ്യണം? അവനെ ക്രൂശിക്കണോ? അവനെ വിട്ടയക്കണോ? ഇന്നത്തെ ഒരു ചോദ്യമാണ്. സമാധാന പ്രിയനെയല്ല ദൈവജനമേ ഇന്ന് വേണ്ടത്. ഇന്ന് വേണ്ടത് കലഹക്കാരനെയാണ് വേണ്ടത്. അത് അവൻ ആരാണ്? ബറബാസാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ബറബാസിനെ വേണോ? അത് യേശുവിനെ വേണോ? ദിവസങ്ങളിലായി കർത്താവിന്റെ കൃപയാൽ ആശ്രയിച്ച് ഇവിടെ മീറ്റിംഗ് നടത്തപ്പെടുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. അനേകർക്ക് വിടുതൽ കിട്ടുവാൻ, പൈശാചിക ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ കർത്താവിടെ ആക്കിയതിനെ ഓർത്ത് സ്തോത്രം. നിരന്തര സംസർഗവും കാവലും നാമവരോട് സകല ശുദ്ധന്മാരോടൊപ്പം ഇന്നും നാളുകൾക്ക് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു മുഖാന്തരം ഇന്നും നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. You've been watching are from Brother Kachepa's last trip to India in the year 2005. God used him in several different states such as Delhi, Bangalore, Nagaland, Andhra Pradesh, Karnataka, and Kerala. Many miracles and wonders were seen, and the power of God was truly evident. And as a result, many were baptized and added to the kingdom of God. Still, there are so many more that have never heard the name of Jesus. If you have a burden for India and would like to contact us to receive more information about such missions or receive teachings, please write to and email us at vargiskachepa@yahoo.com. That's vargiskachepa@yahoo.com. Thank you and God bless you.